അപകടം കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെയുള്ള കുട്ടികൾക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ഇവിടെ നടക്കുകയാണ്. സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ അവരെ ജോബിന് തയ്യാറാക്കി വിവിധ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ നിന്നും 2022-23 അധ്യയന വർഷം വിവിധ കോഴ്സുകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ ജോയിന്റ് RTO രമേശൻ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസും നടന്നു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച സൗകര്യങ്ങളും വിജയശതമാനവുമുള്ള പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്തും സ്വദേശത്തും മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ നിന്നും 2022-23 അധ്യയന വർഷം വിവിധ വിഷയങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കോളേജിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത്. പെരിന്തൽമണ്ണ ജോയിന്റ് RTO രമേശ് സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ തൊഴിലവസരങ്ങൾ ഒരുക്കി നൽകുന്ന ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് മറ്റു വിഷയങ്ങളിലും പരിശീലനം നൽകുന്നത് ഏറെ ഉപകാരപ്രദമാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ പൊതുവെ ഏറ്റവും കൂടുതൽ ബൈക്കിൻ്റെ അപകടങ്ങളും മരണങ്ങളും നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ അപകടം കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെയുള്ള കുട്ടികൾക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ഇവിടെ നിന്ന് പാസ്സായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റിൻ്റെ വിതരണവും ഇന്നിവിടെ നടത്തിയിട്ടുണ്ട്. ഗതാഗത നിയമങ്ങളിൽ കുട്ടികൾക്ക് അവബോധമുണ്ടാക്കാൻ കൃത്യമായ ബോധവൽക്കരണവും വേണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതും മരണങ്ങൾ കൂടുതലുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അതേപോലെ ടീനേജ് ഡ്രൈവർമാർ, അതായത് പ്രായപൂർത്തിയാവാതെ വാഹനം ഓടിച്ചിട്ട് അപകടത്തിൽപ്പെടുന്ന കുട്ടി ഡ്രൈവർമാരുടെ എണ്ണവും മലപ്പുറം ജില്ലയിൽ പൊതുവെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഭയങ്കരമാണ്. അതായത് പ്രായപൂർത്തിയാവാത്ത ഒരാൾ അപകടത്തിൽ വിട്ട് മരിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിൽ അവർക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടില്ല. അതുപോലെ ഈ കുട്ടികൾക്ക് പിന്നെ 18 വയസ്സെന്നുള്ളതുകൊണ്ട് പിന്നെ 25 വയസ്സാവേണ്ട ലൈസൻസ് കിട്ടില്ല. അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇലക്ട്രോ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ റഷീദ് KV ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയതിലൂടെ അവർക്ക് തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോയുടെ മലബാർ ഭാഗത്തുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് വേണ്ട ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 2001 ആരംഭിച്ചത്. പിന്നെ പല രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരം കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയും ഈ കാലഘട്ടത്തിൽ ഏകദേശം 5000-ഓളം കുട്ടികളെ വിവിധ കോഴ്സുകളിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പ്ലേസ്മെൻറ്റ്സ് കൊടുത്തു. അതത് കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമായ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത് അവർക്ക് പ്രാക്ടിക്കലിന് മുൻതൂക്കം നൽകി ട്രെയിൻ ചെയ്തതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധുനിക ടെക്നോളജിയിൽ എന്താണോ ആവശ്യമുള്ളത് അതത് സമയത്ത് അവർക്ക് നൽകി അവരെ പ്രാക്ടിക്കലിന് മുൻതൂക്കം നൽകി അവരെ നല്ലൊരു ജോബിന് തയ്യാറാക്കി വിടുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. പെരിന്തൽമണ്ണ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് അലി, വണ്ടൂർ MEI മാനേജർ ഗഫൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ശോഭനമായ ഭാവി ഉറപ്പുവരുത്തുകയാണെന്ന് പ്രിൻസിപ്പൽ അഷ്റഫ് അലി പറഞ്ഞു. 25 വർഷത്തോളമായി പെരിന്തൽമണ്ണയിലെ നിരവധി ടെക്നിക്കൽ സബ്ജക്റ്റുകൾ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, AC, നെറ്റ്വർക്കിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ ടെക്നിക്കൽ പരിശീലനം, അതായത് തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ട്രോ. അതിൻ്റെ ഈ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങാണ് നടന്നത്. കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷമൊരുക്കി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ചുവടുറപ്പിച്ച ഇലക്ട്രോ ടെക്നിക്കൽ കോളേജിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ എല്ലാവർക്കും തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് വൈസ് പ്രിൻസിപ്പൽ ഷിനി രാജൻ പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് അത്ര പോലും അവരുടെ ടെക്നോളജിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കാത്ത വിധം അവർ വളരെയധികം തന്നെ മുഴുകി ജീവിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്ന കോഴ്സുകൾ ആധുനിക ടെക്നോളജിയിൽ നമ്മുടെ ഓട്ടോമൊബൈൽ ടെക്നോളജി, അതുപോലെ സ്മാർട്ട് ഫോൺ ടെക്നോളജി, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ്, അതുപോലെ CCTV ടെക്നീഷ്യൻ കോഴ്സ്, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്, അതുപോലെ ഇലക്ട്രോണിക്സ് വിഭാഗം കോഴ്സുകൾ, ഇൻവെർട്ടർ AC ആൻഡ് റെഫ്രിജറേഷൻ കോഴ്സുകൾ. ചടങ്ങിനോടനുബന്ധിച്ച് ജോയിന്റ് RTO രമേശ് കുട്ടികൾക്കായി ഗതാഗത നിയമങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി.
വാഹനമോടിക്കുന്ന ഓരോരുത്തർക്കും ഏറെ ഉപകാരപ്രദമായിരുന്നു അദ്ദേഹത്തിന്റെ ബോധവൽക്കരണ ക്ലാസ്. നിങ്ങളുടെ പെരിന്തൽമണ്ണ താലൂക്കിലുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ഓരോ കൊല്ലവും നമ്മുടെ ലെറ്റർ വെച്ചുകൊണ്ടത് അല്ലേ? നമുക്കത് കുറയ്ക്കണം, ഒരു 9 ലക്ഷം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോലീസ് മോട്ടോർ വാഹനങ്ങളൊക്കെ ഞങ്ങളുടെ പല പല പരിപാടികളോട് കുട്ടികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലേ? ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഗ്രൂപ്പ് ആണെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ള ഒരു ഡ്രൈവർക്ക് എത്ര പ്രാവശ്യം തോന്നുന്ന കാര്യമില്ല. കാരണം നമ്മുടെ മുമ്പിലൊക്കെ തലവിളിക്കും, പുറത്തിറങ്ങി കഴിഞ്ഞാലോ അവർ പട്ടിയുടെ കഴിവുകളുണ്ട്, അത് പഴയ സ്വഭാവം കാണിക്കുന്നത് അല്ലേ? പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, വളരെ ഫ്രഷായിട്ടുള്ള നല്ല ഒരു മൈൻഡാണ് നിങ്ങൾ തലയിലുള്ളിലേക്ക് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു നല്ല റോഡ് കെട്ടുന്ന സംസ്ഥാനം ഡെവലപ്പ് ചെയ്യുക അല്ലേ? കോളേജ് പ്രിൻസിപ്പൽ അഷ്റഫ് അലി, വൈസ് പ്രിൻസിപ്പൽ ഷിനി രാജൻ, അക്കാദമിക് കൗൺസിലർ വഹീദ നാസർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഉയർന്ന ശമ്പളത്തോടെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും വിദഗ്ധരായ അധ്യാപകരുടെ സേവനവും പരിശീലനവും ഉറപ്പുവരുത്തിയാണ് പെരിന്തൽമണ്ണ ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും.